എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നോക്കിക്കേ, ഞാനിവിടെ ചീര വിളവെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടിയ കുറച്ച് ചീരയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചീരയുടെ വിശേഷമാണ് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ വലിയ കാര്യമായിട്ട് കേടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചീര എങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് കൂട്ടുകാരോട് പറയുന്നത്. അപ്പോൾ ദേ ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. വലുതായവരെയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന പോലെ തന്നെ ചാണകവും മണ്ണും അതുപോലെ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കൂടി മിക്സ് ചെയ്ത പാത്രത്തിലാണ് കേട്ടോ നട്ടിരുന്നത്. ഈ ഒരു ചട്ടിയിൽ ആ ഒരു മിക്സ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്തൊരു 3-4-5 തൈകളാണ് നട്ട് വെച്ചിരുന്നത്. അപ്പം ആദ്യം വളരുന്നവരെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കയറ്റി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ആ ഒരു ചീരയിൽ നിന്ന് പൊടിപ്പ് വരും കേട്ടോ. പ്രത്യേകിച്ച് പച്ച കളറിലുള്ള ചീരയാണെങ്കിൽ നമുക്കൊരു കുറേ നാളത്തേക്ക് അതിൽ നിന്ന് വീണ്ടും ചീര എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്നെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോട്ട് മിക്സ് ഇതായിരുന്നു. പിന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. ഓരോ 15 ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് മണ്ണില് മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിനൊരു 4 ഇല പരിവാകുമ്പോഴാണ് നമ്മൾ മാറ്റി നടേണ്ടത്. ചട്ടിയിൽ ഞാൻ ആ ഒരു പൊട്ടി മിക്സ് ആണ് എടുത്തത്. ഇവിടെ ഞാൻ ചാണകത്തിന് പകരം ആട്ടുംകാട്ടമാണ് ഇട്ട് കൊടുത്തേക്കണേ. ആട്ടുംകാട്ടോ അതോടൊപ്പം ചാരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തറയിലായതുകൊണ്ട് ചിലപ്പോൾ ഇനിയിപ്പോ ഉറുമ്പൊക്കെ എടുത്തോണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചാരം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വിത്ത് ഇട്ടത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ചാരം കയ്യിലില്ലെങ്കിൽ വിത്തിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് തൂവി കൊടുത്താൽ മതിയാവൂ കേട്ടോ. നോക്കിക്കേ, ഈ ഒരു പരിവാകുമ്പോഴാണ് നമ്മൾ പറിച്ച് മാറ്റി നടേണ്ടത്. അപ്പോൾ ചീര എപ്പോഴും പറിച്ച് മാറ്റി നടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ പറിച്ച് മാറ്റി നടാൻ നേരത്തെ ഇതിന്റെ ആ ഒരു നമ്മൾ പറിച്ച് ഇളക്കി എടുക്കൂലേ, അപ്പം വേരൊന്നും പൊട്ടിപ്പോവാതെ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ പറിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ചീരത്തയ്യെ നമ്മൾ കുറച്ച് സൂഡോമോണസ് കലക്കിയിട്ട് അതിലൊന്ന് മുക്കിയിട്ട് നടാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ആ ചീരയ്ക്ക് വേറെ ബുദ്ധിമുട്ടോ അതായത് പെട്ടെന്ന് ചെയ്യോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ സൂഡോമോണസിൽ മുക്കിയിട്ട് നടുന്നേട്ടോ. അപ്പൊ അങ്ങനെ മുക്കി നട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വിവേറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ 20 ഗ്രാം വിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ പെട്ടെന്ന് പ്രാണിയോ പുഴുക്കളൊന്നും വന്ന് നമ്മുടെ ചെടിയെ ആക്രമിക്കില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മുടെ ചീരേനെ നടാനായിട്ട്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും നമുക്ക് ചീര കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചീരയുടെ വിത്ത് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് കടയിൽ നിന്ന് വിത്ത് വാങ്ങിച്ചാൽ മതിയാകും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചീര അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. അതിനകത്ത് പൂവുണ്ടായി ആ വിത്ത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വീണ്ടും പാവി കൊടുക്കാനായിട്ട് സാധിക്കും കണ്ടോ. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ലൊരു തോരനുള്ള ചീര കിട്ടിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരുടെ വീട്ടിലും ഇതേപോലെ സ്ഥലമില്ല എന്ന് വിചാരിച്ച് കൃഷി ചെയ്യാതിരിക്കരുത്. എന്തെങ്കിലും ഒരു കുഞ്ഞു ചട്ടിയിലാണെങ്കിലും ഒരു 2-3 ചീര വിത്തിട്ട് അതിൽ നിന്ന് നമുക്ക് വിഷം അടിക്കാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അറ്റ്ലീസ്റ്റ് ചീരയെങ്കിലും കൂട്ടുകാർ നടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നല്ല നീർവാർച്ചയുള്ള ചട്ടിയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ നീർവാർച്ചയുള്ള മണ്ണിൽ വേണം കേട്ടോ നടാനായിട്ട്. വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. അങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീര പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ചീര നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.